2017 ഒരു ഒക്ടോബർ മാസം 7-ാം തീയതി ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളും കായലുകളും ചെറുവള്ളവും ഹൗസ് ബോട്ടുകളും നാടൻ കള്ളും കരിമീനും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓടിയത്. ഞാൻ ഒരു KSRTC ബസ്സിലാണ് ആലപ്പുഴയിലേക്ക് പോകുന്നത്. ബസ് പോകുന്ന റോഡിന് ഇരുവശങ്ങളിലും കായലാണ്. കായലിന്റെ കരയിലെ ചെറു വീടുകൾ, വഞ്ചികൾ, നെൽപ്പാടങ്ങൾ, അങ്ങനെ മനസ്സ് നിറയെ കണ്ട് ആസ്വദിക്കാവുന്ന ദൃശ്യങ്ങളാണ്. ഞാൻ വളരെ അത്ഭുതത്തോടെ കണ്ട ഒരു കാര്യമാണ്, ഓരോ വീട്ടുകാർക്കും അവരുടെ ആവശ്യത്തിനായി ഒരു ചെറിയ വള്ളമോ എന്തെങ്കിലും ബോട്ടോ ഒക്കെ സ്വന്തമായി ഉണ്ടാകും. ആലപ്പുഴ ലക്ഷ്യമാക്കി ഞാൻ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ കിഴക്കിന്റെ വെനീസ് എന്ന് കഴ്സൺ പ്രഭു വിശേഷിപ്പിച്ച ആലപ്പുഴ പട്ടണത്തിലെത്തി. അവിടെ എത്തുമ്പോൾ തന്നെ ഏതൊരു സഞ്ചാരിക്കും കാഴ്ചകളുടെ വിരുന്നാണ്. ആദ്യമായി ആലപ്പുഴ പട്ടണത്തിലെത്തുന്ന എല്ലാവർക്കും തന്നെ അവിടെ കാണുന്ന കാഴ്ചകളെല്ലാം അത്ഭുതം തന്നെയാണ്. ഞാൻ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി ലഘുഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് നഗരത്തെ ചുറ്റിയൊഴുകുന്ന കനാലാണ്. അതിമനോഹരമായൊരു കനാൽ. അതിലൂടെ ചെറുതും വലുതുമായ ബോട്ടുകളും വള്ളങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്ന കനാലിന്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ നിൽക്കുന്ന കനാലിന്റെ മറുകരയിലേക്ക് പോകുവാനായി ഞാനൊരു ചെറു പാലത്തിന് ചുവട്ടിൽ നിൽക്കുകയാണ്. പാലം കയറിയാൽ മാത്രമേ നമുക്ക് മറുകരയിലെത്താൻ സാധിക്കുകയുള്ളൂ. അതിനിടയിൽ യന്ത്രം ഘടിപ്പിച്ച ഒരു ചെറുവള്ളവുമായി ഒരാൾ കടന്നു വരികയാണ്. നമ്മളിവിടെ കാറിലും ബൈക്കിലുമൊക്കെ യാത്ര ചെയ്യുന്നത് പോലെ അവിടെയുള്ള ജനങ്ങൾ ചെറുവള്ളങ്ങളിലും ബോട്ടുകളിലുമൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. റോഡ് ശൃംഖല തീരെ ഇല്ലാത്ത ചെറു ഗ്രാമങ്ങൾ വരെ ഇവിടെ ഉണ്ടെന്നാണ് ആലപ്പുഴയിലെ തദ്ദേശീയർ പറയുന്നത്. മറുകരയിൽ എത്തുവാനായി പാലത്തിന്റെ മുകളിൽ കയറി. അവിടെ നിന്നും താഴെ കനാലിലൂടെ പോകുന്ന ബോട്ടുകളും വള്ളങ്ങളും നോക്കി. സർക്കാർ ഉടമസ്ഥയിലുള്ളതും സ്വകാര്യ കമ്പനികളുടെയും വ്യക്തികളുടെയും ഒക്കെ ചെറുതും വലുതുമായ ബോട്ടുകളാണ് ഇവിടെ ഓടുന്നത്. പാലത്തിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ റോഡിൽ കൂടി വാഹനം പോകുന്നത് പോലെ ബോട്ടുകൾ തലങ്ങും വിലങ്ങും ഓടുകയാണ്. കുറെ സഞ്ചാരികളുമായി ഒരു ബോട്ട് കടന്നു പോവുകയാണ്. അവിടെയുള്ള കാഴ്ചകൾ കണ്ട് കുറെ സമയം ഞാൻ അവിടെ നിന്നു. രാജാ കേശവദാസ് എന്ന ദിവാനാണ് ആലപ്പുഴ പട്ടണം വികസിപ്പിച്ചെടുത്തത്. അതിനാൽ രാജാ കേശവദാസന്റെ പട്ടണമെന്ന് ആലപ്പുഴയെ വിശേഷിപ്പിക്കാറുണ്ട്. പണ്ട് കൊല്ലം, കോട്ടയം ജില്ലകളുടെ ഭാഗമായിരുന്ന ആലപ്പുഴ പ്രാചീന കാലത്ത് ബുദ്ധമതം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ വനപ്രദേശം ഏറ്റവും കുറഞ്ഞതും ഇവിടെയാണ്. ആലപ്പുഴ ജില്ലയിലെ ഒരേ ഒരു റിസർവ് വനം വിയ്യാപുരമാണ്. കേരള ചരിത്രത്തിലെ പല പ്രധാന സംഭവങ്ങളും ആലപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നോക്കി നിൽക്കെ കുറെ യാത്രക്കാരുമായി ഒരു ബോട്ട് ജെട്ടിയിലടുത്തു. കുറെ ആളുകളെ അവിടെ ഇറക്കി കുറെ പേർ അതിൽ കയറുകയും ചെയ്തു. ആലപ്പുഴയിലെ ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ പ്രധാന ഗതാഗത മാർഗം ബോട്ടുകളാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് പ്രധാനമായും ഇവിടെ പോകുന്നത്. ഒടുവിൽ ഞാൻ കനാലിന്റെ മറുകരയിലെത്തി. അവിടെ റോഡിൽ കാറും ഓട്ടോയും പാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള ബോട്ടുകളും വള്ളങ്ങളും യാത്രക്കാരെയും കാത്തു കിടക്കുകയാണ്. ഒരു ബോട്ട് പിടിച്ചാൽ നിശ്ചിത ഫീസ് നൽകി നമുക്ക് അതിൽ സഞ്ചരിച്ച് കാഴ്ചയൊക്കെ കാണാം.
ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഒരു ഗ്യാരേജാണ് നേരെ എതിരെ കാണുന്നത്. KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ അതേ വർണ്ണത്തിലുള്ള ഒരു KSWTCയുടെ ബോട്ട് യാത്രികരുമായി കടന്നു പോവുകയാണ്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നാളുകളിൽ ആലപ്പുഴ അറിയപ്പെട്ടിരുന്നത് ആലപ്പി എന്ന പേരിലായിരുന്നു. വെനീസിൽ എന്ന പോലെ തലങ്ങും വിലങ്ങും തോടുകളും കനാലുകളും ഉള്ളതുകൊണ്ടാണ് കിഴക്കിന്റെ വെനീസ് എന്ന് ആലപ്പുഴയ്ക്ക് വിശേഷണം ലഭിച്ചത്. മലഞ്ചരക്ക് വിനിമയത്തിന്റെ പ്രൗഢകാലങ്ങളിൽ ജലഗതാഗതത്തിനായി ഈ കനാലുകളും തോടുകളും ഉപയോഗിച്ചിരുന്നു. 2016 സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് മൈസൂർ, പനാജി എന്നീ നഗരങ്ങൾക്കൊപ്പം ഇന്ത്യയിലെ വൃത്തിയുള്ള നഗരമായി ആലപ്പുഴയും തിരഞ്ഞെടുത്തിരുന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദേശീയ ജലപാതയിലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടത്തിന് മുന്നിലാണ്. 1993 ദേശീയ ജലപാത പ്രഖ്യാപിക്കുന്നത്. ജലപാത 3 കവാടത്തിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇതും കൂടി കൂട്ടി ഇന്ത്യയിലാകെ 6 ദേശീയ ജലപാതകളുണ്ട്. വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ കൊല്ലം കോട്ടപ്പുറം പാതയും ചബ്ബക്കര ഉദ്യോഗമണ്ഡൽ കനാലുകളും ഉൾപ്പെടെ 205 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. കൊല്ലം, ആലപ്പുഴ, തൃക്കുന്നപ്പുഴ, ചേർത്തല, മാറാട്, കോട്ടപ്പുറം, കായംകുളം, വൈക്കം, ആലുവ എന്നീ സ്ഥലങ്ങൾ കനാൽ വഴി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സഞ്ചാരികളെയും കാത്ത് ധാരാളം ബോട്ടുകൾ സവാരിക്കൊരുങ്ങിക്കിടക്കുന്നു. അതിലൊരെണ്ണത്തിന്റെ കൺട്രോൾ പാനൽ ഞാൻ അല്പസമയം നോക്കി നിന്നു. പല വലുപ്പത്തിലും രൂപത്തിലുമുള്ള ബോട്ടുകൾ. ഈ ബോട്ടുകളിൽ കയറിയാൽ ആലപ്പുഴയുടെ പല ഉൾപ്രദേശങ്ങളിലൂടെയും നമുക്ക് സഞ്ചരിച്ച് കാഴ്ചകൾ കാണാനായി സാധിക്കും. ബോട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി കനാലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ആലപ്പുഴ നഗരത്തെ ചുറ്റിയൊഴുകുന്ന കനാലും ദേശീയ ജലപാതയുടെ ഭാഗവുമെല്ലാം കാണാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ഞാൻ പട്ടണത്തിലൂടെ നടക്കുകയാണ്. കേരളത്തിലെ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് ആലപ്പുഴ ഒരു ചെറിയ നഗരമാണ്. ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ആലപ്പുഴ. 1946 തിരുവിതാംകൂറിലെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ പ്രതിഷേധമായി നടന്ന പുന്നപ്പറ വയലാർ സമരം അരങ്ങേറിയത് ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറിയായ ഡാറാസ് മിൽ 1859 സ്ഥാപിച്ചതും ആലപ്പുഴയിലാണ്. ഞാൻ അടുത്തതായി പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ആലപ്പുഴ ബീച്ചിലേക്കാണ്. അതിനായി ന്യായമായ നിരക്കിൽ ഒരു ഓട്ടോറിക്ഷ തപ്പി ഞാൻ നടന്നു. ആലപ്പുഴ ബീച്ചിലിറങ്ങി എനിക്കൊരു ഓട്ടോ കിട്ടി. ഞാൻ ആലപ്പുഴ നഗരം നന്നായി കണ്ടു. മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് നല്ല വൃത്തിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ടുകൾ നിലവിൽ വന്നത് ആലപ്പുഴയിലാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, കേരള കയർ ബോർഡ്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സ്പിന്നേഴ്സ്, മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങൾ ആലപ്പുഴ ജില്ലയിലാണ്. ഒടുവിൽ ഞാൻ ആലപ്പുഴ ബീച്ചിലെത്തി. ആലപ്പുഴ ബീച്ചിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴിയിൽ കൂടിയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നടവഴിയെ ഒരു ഉദ്യാനം പോലെ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇതിനു സമീപം ഒരു ചിൽഡ്രൻസ് പാർക്കും പ്രവർത്തിക്കുന്നുണ്ട്. ബീച്ച് ലക്ഷ്യമാക്കി ഞാൻ നടന്നു.
കേരളത്തിൽ കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ആലപ്പുഴയാണ്. അതിമനോഹരമായ ഒരു കടൽത്തീരമാണ് ആലപ്പുഴയിലുള്ളത്. കടലിന്റെ തിര തീരെ കുറവാണ്. അതിനാൽ കുളിച്ചുല്ലസിക്കാൻ പറ്റിയ സ്ഥലമാണിത്. വിനോദസഞ്ചാരികൾ അങ്ങിങ്ങായി നിന്ന് കാഴ്ചകൾ കാണുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്കായ ചേർത്തല സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. തകഴിയുടെ ചെമ്മീൻ സിനിമയ്ക്ക് പശ്ചാത്തലമൊരുക്കിയ കടൽത്തീരവും ആലപ്പുഴ ജില്ലയിലാണ്. ആ സ്ഥലത്തെ പറയുന്ന പേരാണ് പുറക്കാട്. ആലപ്പുഴ പട്ടണത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ബീച്ച്. ആലപ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ആരും ബീച്ച് കാണാതെ പോകാറില്ല. ബീച്ചിലെ കടൽപ്പാലമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. 140ഓളം വർഷം പഴക്കമുള്ളതാണ് ഈ കടൽപ്പാലം. പാലം ഇപ്പോൾ ജീർണിച്ച അവസ്ഥയിലാണ്. അതിന്റെ ഉരുക്ക് തൂണുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ പാലത്തിന്റെ പ്രതാപകാലത്തിൽ കപ്പലുകളിൽ ചരക്ക് കയറ്റുവാനായിട്ടാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. തടിയും ഉരുക്കും ചേർത്താണ് ഈ പാലത്തിന്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത്. തടിയൊക്കെ ഏതാണ്ട് പൂർണ്ണമായും ദ്രവിച്ച നിലയിലാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ബീച്ചിലെത്താം. തെങ്ങും കവുങ്ങും നിറഞ്ഞ ഈ അറബിക്കടൽ തീരം അതിമനോഹരമാണ്. ഞാൻ ബീച്ചിൽ നിന്നും തിരികെ പോവുകയാണ്. അല്പം കഴിഞ്ഞ് ഞാൻ ആലപ്പുഴ പട്ടണത്തോട് വിട പറയുന്നു. ഇനി ഒരിക്കൽ വരാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ തിരിച്ച് എന്റെ നാട്ടിലേക്ക് വരികയാണ്.